അനാദിയായി പടർന്നു കിടക്കുന്ന സമുദ്രത്തിൽ അങ്ങകലെ വലിയ കണ്ണീർത്തുള്ളി പോലെ വെള്ളിയങ്കലിനെ കാണാമെന്ന് പറഞ്ഞു മോഹിപ്പിച്ച എഴുത്തുകാരന് ഇന്ന് പിറന്നാൾ. മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ 83ന്റെ നിറവിൽ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലിരുന്ന് വിശാലമായ ലോകം സ്വപ്നം കണ്ടയാളാണ് എം മുകുന്ദൻ. ഫ്രഞ്ചുകാർ നാടുവിട്ടുപോയെങ്കിലും അവർ അവശേഷിപ്പിച്ച സംസ്കാരവും പൈതൃകവും നെഞ്ചേറ്റുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് മുകുന്ദൻ എന്ന എഴുത്തുകാരൻ. ദാസനെയും അൽഫോൺസച്ചനെയും മാഗിമദാമയെയും ഒരുപോലെ കാണുന്നയാൾ. ജീവാത്മാവും പരമാത്മാവും മയ്യഴിയാണെങ്കിലും ആ എഴുത്തുകാരനെ സ്ഫുടം ചെയ്തെടുത്തത് ദില്ലിക്കാലമാണ്. ദില്ലി ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുമ്പോൾ ആദിത്യനും രാധയും മറ്റു ചിലരും എന്നിവയെല്ലാം ആ കാലത്തിന്റെ തീഷ്ണത നെഞ്ചേറ്റിയ രചനകളാണ്. എം മുകുന്ദന് കമ്മ്യൂണിസം ആശയം മാത്രമായിരുന്നില്ല, സമത്വസുന്ദരമായ സോഷ്യലിസ്റ്റ് ലോകം പുലരുന്ന സ്വപ്നം കണ്ടവരിൽ മുകുന്ദൻ മുന്നിലുണ്ടായിരുന്നു. സവർണ മേധാവിത്വ ചിന്തകളെ അങ്ങേയറ്റം വെറുത്തതിനൊപ്പം അതിനെ ചോദ്യം ചെയ്യാൻ ഒരു മാധ്യമം എന്ന നിലയിൽ എഴുത്തിനെ ഉപയോഗപ്പെടുത്തുക കൂടിയായിരുന്നു എം മുകുന്ദൻ. ആ മനസ്സിന്റെ വിഹ്വലത ഏറെയായിരുന്നു. ഭക്തിയും ലഹരിയും സമന്വയിക്കുന്ന ഹരിദ്വാറിലെ ജീവിതം മലയാളികൾ അറിഞ്ഞത് മുകുന്ദന്റെ രചനകളിലൂടെയാണ്. എംബസിയിലെ ജോലി മുകുന്ദനിലെ എഴുത്തുകാരനെ കൂടുതൽ മൂർച്ചയുള്ളതാക്കി. എഴുത്തുകാരന് നിലപാടുണ്ടെന്നും അത് സൃഷ്ടികളിൽ ഉയർത്തണമെന്നും എഴുത്തുകാരൻ എക്കാലത്തും മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയമാണ്. കാലങ്ങൾക്കിപ്പുറം എഴുത്തിന്റെ കുത്തൊഴുക്കിന് കുറവുണ്ടെങ്കിലും ആ രചനകളുടെ ഓളം ഇനിയും അടങ്ങിയിട്ടില്ല. മയ്യഴി നൽകിയ ബാല്യ കൗമാരകാലവും ജീവിതത്തിന്റെ വേരുറപ്പിച്ച ഡൽഹിയും തെളിവ് നൽകിയ ഉൾക്കാഴ്ചകളാണ് ഇപ്പോഴും കൈമുതൽ. എം മുകുന്ദൻ മലയാള സാഹിത്യത്തിൽ ആധുനികതര വക്താവും പ്രയോക്താവുമായ എഴുത്തുകാരനാണ്. റിയലിസത്തിന്റെ ആഖ്യാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആധുനികതയുടെ എഴുത്തുശൈലി ഭാഷയിലേക്ക് ആവാഹിച്ച മുകുന്ദൻ ആധുനികത മലയാളത്തിലേക്ക് എത്തിച്ചവരിൽ പ്രധാനിയാണ്. സ്വന്തം ദേശത്തിന്റെ ചരിത്രവും ജീവിതവും പശ്ചാത്തലമാക്കിയ കഥകളിലൂടെയാണ് മുകുന്ദൻ ശ്രദ്ധേയനായത്. ഒപ്പം അസ്തിത്വവാദപരമായ ആഖ്യാന ശൈലി മലയാളത്തിന് പുതിയ വായനാനുഭവം നൽകി. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ.